ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാൻ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ടെറസിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് കേട്ടോ. വീട് ചുറ്റും നിറയെ മരങ്ങളാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ്, ഒന്നും വെട്ടാനും തോന്നില്ല. അപ്പോൾ ചെടികളൊക്കെ ഞങ്ങൾ മിക്കവാറും ടെറസിൻ്റെ മേലെ എനിക്ക് നടാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് മരങ്ങളൊക്കെ ആയതുകൊണ്ട്, കാനലായതുകൊണ്ട് അതിൻ്റെ അടിയിലൊന്നും നട്ടാൽ ഉണ്ടാവില്ല. അപ്പോൾ മരങ്ങളും നമുക്ക് എല്ലാം വേണ്ടതാണേനും. അടക്കപ്പഴത്തിൻ്റെ മരവും ബട്ടർ ഫ്രൂട്ട്, എന്താ പറയുക, ചക്ക, മാങ്ങ, ബബ്ലി മാസ്, ഇതേപോലെയുള്ള മരങ്ങൾ. അതൊന്നും വെട്ടിക്കളയാനും തോന്നില്ല. പച്ചക്കറികളൊക്കെ ഇതേപോലെ ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ ആയിട്ട് ടെറസിൻ്റെ മേലെയാണ് നടൽ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വിചാരിച്ചു. പിന്നെ എന്തായാലും സ്കൂളൊക്കെ ലീവായതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ശരി, 2-3 ദിവസത്തിൽ പോയാൽ എങ്ങനെയും 3-4 ദിവസമാവും തിരിച്ച് വരാൻ. അപ്പോഴേക്കിന് ഇതൊക്കെ മൂത്ത്, എന്താ പറയുക, ചീരയൊക്കെ നാശമാവും. അതുകൊണ്ട് ശരിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് മേലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ തക്കാളി, പയർ, ചീര മാസാണി ചീരയാണ് ഞാൻ ആദ്യം പറിച്ചത്. ഇത് ചുമന്ന ചീര, പിന്നെ പച്ചച്ചീര, ഇങ്ങനെ എല്ലാവിധം ചീരകളുണ്ട് കേട്ടോ. ഓരോ ബാഗുകളിലും ഓരോരോ വിധം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇട്ടുണ്ട്. പിന്നെ ഇതുപോലെ അപ്പോൾ അത് കറക്റ്റ് പറിക്കേണ്ട ടൈമാണ്. ഇനി ഞാൻ വരുമ്പോഴേക്കിനും അതെല്ലാം എന്താ പറയുക, നനക്കാതെയും ഒക്കെ നാശമാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് എടുക്കാൻ വിചാരിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ ചീര പറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇതുപോലെ നല്ല തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇടയ്ക്ക് ഞാനിതുപോലെ പറിച്ചിട്ട് കിച്ചണിൽ കൊണ്ടുപോയി വെക്കും. എന്നാൽ നമുക്ക് പെട്ടെന്ന് കട്ടൻ ചായ വെക്കാനോ ചമ്മന്തി അരക്കാനും പിന്നെ ഇവിടെ വന്ന് എടുക്കാനൊരു മടിയായിരിക്കും ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ പറിച്ചിട്ട് ഞാൻ ഗ്ലാസ്സിൽ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ അതിൽ മുക്കി വെക്കും കേട്ടോ. അപ്പോൾ വാടിപ്പോവില്ല പെട്ടെന്ന്. നമുക്ക് 2-3 ദിവസം, കുറേ ദിവസം ഇരിക്കും അങ്ങനെ വെച്ചാൽ. ഇപ്പോൾ ഞാനിതാ ഇതൊക്കെ പറിച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പല്ല, പുതിന. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറിച്ചെടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചക്കയും പറിച്ചു കേട്ടോ, ഇടിച്ചക്ക. ഇപ്പോൾ ഇത്ര ദിവസം നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പേരിയൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ പറിച്ചില്ലെങ്കിൽ ഒക്കെ മൂത്ത് പോയി, പിന്നെ ചക്ക കൂട്ടാൻ വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇടിച്ചക്കൻ്റെ ഒരു പൂതിക്ക് വെക്കാൻ വിചാരിച്ചിട്ട് ഒരു ഇടിച്ചക്ക പറിച്ചു. പിന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ആണ് മാവ് കുഴക്കാറ്. അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പ് അതിൽ തന്നെ കുറച്ച് ഇടും കേട്ടോ. ചപ്പാത്തി കുഴക്കാനുള്ള ഉപ്പ് മാവിലിടുന്നില്ലാതെ നമ്മളിതുപോലെ വെള്ളത്തിലിടുമ്പോൾ തുടക്കക്കാർക്കൊക്കെ കൂടുതലായി പോവാതെ നോക്കാൻ പറ്റും. ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. വെള്ളത്തിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവ് കുഴക്കുമ്പോൾ കൂടിപ്പോവും, കുറഞ്ഞു പോകണം, ഒന്നും പേടിക്കണ്ട. അപ്പോൾ മാവ് ഇതുപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ട് പിന്നെ സ്ലാബിൽ വെച്ചിട്ട് കുഴക്കും കേട്ടോ. കുറച്ച് നന്നായി കുഴക്കണമെങ്കിൽ എന്താ പറയുക, ഫ്രീ ആയിട്ട് കുഴക്കട്ടോ. ഇങ്ങനെ സ്ലാബിലിടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കുഴച്ച് കുറച്ച് വലിയ ഉരുളകളായിട്ട് എടുക്കും കേട്ടോ. കുറച്ച് വലിയ ചപ്പാത്തി, എനിക്ക് ചെറിയ ചപ്പാത്തിനേക്കാളും വലിയ ചപ്പാത്തി ഇടുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെ ചട്ടിൻ്റെ അളവിൽ ഞാൻ അങ്ങനെ പരത്തിയെടുക്കും. ഇതുപോലെ മാവ് ഉരുട്ടിയിട്ട് തിളച്ച വെള്ളത്ത് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും കേട്ടോ. ചപ്പാത്തി പെട്ടെന്ന് കുഴഞ്ഞും കിട്ടും. പിന്നെ ചിലർ പച്ചവെള്ളത്തിൽ കുഴക്കും തോന്നുന്നുണ്ട്. ഞാനിതുപോലെയാണ് ചെയ്യാറ്.
പിന്നെ ഞാനിതൊക്കെ ഒന്ന് പരത്തിയെടുത്തു കേട്ടോ. പരത്തിയിട്ട് ചുട്ടെടുക്കാൻ വിചാരിച്ചു. ഇതുപോലെ പരത്തുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് ചായ കുടിച്ചിട്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പരത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നല്ല കഴുകി ഉണക്കി പൊടിപ്പിച്ച മാവാണ്, വീട്ടിൽ തന്നെ, കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതുപോലെ ഞാൻ തിരിച്ചൊക്കെ ഇട്ട് വേണമെങ്കിൽ എണ്ണ തുണി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ ഇങ്ങനെ തൊട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ, ഇല്ലെങ്കിൽ വെറുതെ ചുട്ടാലും മതി. ചിലർ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ട് ചായക്ക് കുടിച്ചിട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്ന് മഞ്ഞൾ പറിക്കുന്ന വീഡിയോ ഇട്ടിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ മഞ്ഞളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് ഇതുപോലെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴ വരുന്ന പോലെയൊക്കെ ഉണ്ട്. ശരി, കുറച്ച് വെയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പുഴുങ്ങി ഉണക്കി പൊടിപ്പിക്കാൻ വിചാരിച്ചിട്ടോ. കുഴപ്പമില്ല, കുറച്ച് നമ്മളെ ആവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടിച്ചക്ക ഇങ്ങനെ ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കൊത്തി അരിയലാണ്. കൊത്തി അരിയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്ക മുതര തോരൻ വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇതുപോലെ ചെറുതായി വരും കേട്ടോ. അങ്ങനെ കൊത്തി അരിയുമ്പോൾ ഇതിന് വലിയ റിസ്ക്കൊന്നുമില്ല, പെട്ടെന്നാവും. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് മൂപ്പായ ഇടിച്ചക്കയാണ് ഇടല് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിക്കാരം ഇതായിട്ട് ഉപ്പേരി വെച്ചാൽ. ഒരുപാട് ചെറുത് നമ്മൾ പറിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും കേട്ടോ. അത് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഞാനതിൽ ഒരു സ്പൂണ് ഉപ്പിട്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കഴുകി വാരിയതുകൊണ്ട് അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. എന്നിട്ട് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. ഇതുപോലെ ഒരു 2 വിസിലോ 3 വിസിലോ വെച്ചാൽ മതി. ഓരോ കുക്കറിനും ഓരോരോ വേവായിരിക്കും. അപ്പോൾ ഞാനിത് 2 വിസിൽ വെച്ച് ഗ്യാസൊക്കെ പോയി തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് മുളക് പൊടി തീ കമ്മിയാക്കിയിട്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഓഫാക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച ഇടിച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ആ ഉലുവൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് നന്നായിട്ടുണ്ടാവും. ആ കുരുവൊക്കെ കണ്ടാവും. ഇതുപോലെ ചക്ക എടുക്കുമ്പോൾ ഒന്ന് വെച്ച് നോക്കോണ്ടി. എന്നിട്ട് നന്നായിട്ടുണ്ടാവും. ഒരുപാട് ചെറുതെടുത്ത് നമ്മൾ ഉപ്പേരി വെക്കണില്ലാറെ നല്ലത് ഇതാണ്. ഇത് ഞാൻ വെറുതെ കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചോറൊക്കെ ഉപ്പേരിയൊക്കെ വെച്ച് ചോറ് വിളമ്പി, ഇടിച്ചക്ക ഉപ്പേരിയും പയർ തോരനും വെച്ചിട്ടോ ഞാൻ പറിച്ചില്ലേ. പിന്നെ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് കറി വെച്ചു.
പിന്നെ ചീര താളിപ്പും ഉണ്ടാക്കി കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ താളിപ്പ്, രസം അങ്ങനത്തെ കറികളൊക്കെ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചീര ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് ഒഴിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട്, പിന്നെ ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിന്നോട് കരുണ കാണിക്കും എന്ന പോലെ, എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മോളൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഫാമിലിയിലും പിന്നെ അടുത്ത വീട്ടിലുള്ളവരും പിന്നെ സ്കൂളിലൊക്കെ പോയാലൊക്കെ ഇപ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആണല്ലോ. പിന്നെ അവൾ കുട്ടിയല്ലേ, അപ്പോൾ പറഞ്ഞപ്പോൾ അവൾക്കൊരാഗ്രഹം. പോയ വർഷം ബർത്ത്ഡേക്ക് തന്നെ ഞാൻ പറഞ്ഞു, ഇനി ഇതുപോലെ നമ്മൾ വെറുതെ കുറേ ഡ്രസ്സൊന്നും എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി എന്തിനാണ്, പൈസ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, നമുക്കിതുപോലെ ഇങ്ങനെ പോകണം. അപ്പം ഞങ്ങളിങ്ങനെ ഒരു അന്തേവാസ കേന്ദ്രത്തിൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളതാട്ടോ കുറച്ച്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകണം അടുത്ത പ്രാവശ്യം. എന്നിട്ട് ഞാൻ അവിടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ടിട്ട് വരാം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കറക്റ്റ് ഈ വർഷം ആ ടൈമായപ്പോൾ എന്നോട് അന്നങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവരുടെ അടുത്ത് പോയി. ഉച്ചയ്ക്ക് പോവാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ശരി 4 മണിക്ക് വരാൻ പറഞ്ഞതാണ് കേട്ടോ. 4 മണിക്ക് അവർക്ക് ചായയും പപ്സും അതേപോലെ ചായ വെക്കാനുള്ള പാല്, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് പോയി. പിന്നെ കേക്ക് വാങ്ങിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവർക്ക് കൊടുത്ത് സപ്ലൈ ചെയ്ത് പിന്നെ അങ്ങനെ വന്നു കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് ആക്റ്റീവായിട്ടുള്ളവർ, അവർ നമ്മളെ എന്താ പറയുക ചെല്ലുമ്പോൾ ഇതുപോലെ മുമ്പിൽ ടേബിളിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി അവർക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ തീരെ വയ്യാത്തവരൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ വേറെയും. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്, ആരും ഇല്ലാത്തവർ, നോക്കാൻ ആളില്ലാത്തവർ, പിന്നെ റോട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നവരെ കൊണ്ടുവന്ന് എല്ലാം എന്താ പറയുക ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ശരി, മോൾക്കും തന്നെ ചെറിയൊരു അസുഖമൊക്കെ ഉണ്ടായി, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളെക്കാളും വയ്യാത്തവരെ കാണുമ്പോൾ നമ്മളെ ഒന്നുമില്ലാതെ മോൾക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോളും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങണേ, ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ചെറിയ പൈസയൊക്കെ മതി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ വകയിൽ ചെയ്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണ് കേട്ടോ ഇതിന് പോയത്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പപ്സ് കൊണ്ടുവന്നു, അതൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.